വാർത്താ സമ്മേളനത്തിനിടയിൽ പപ്പു യാദവ് എംപിക്ക് നേരെ ചെരുപ്പെറിഞ്ഞ വ്യക്തിയെ പപ്പു യാദവിന്റെ അനുയായികൾ കുതിരെ തല്ലി സനാതന ധർമ്മത്തെ അപമാനിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഈ ചെരുപ്പേർ. आपने कहाँ का सम्मान करा है? आपने कहाँ का सम्मान करा? വൈഎസ് അഭിനന്ദ കൂടുതൽ വിവരങ്ങൾ നൽകും. അഭിനന്ദ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഈ പാർലമെന്റ് സമ്മേളിക്കുന്നതിനിടയിൽ ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നടന്ന ആ ഒരു സംഭാവന കൊള്ളയെ വിമർശിച്ചുകൊണ്ടൊരു നാടകം അവതരിപ്പിക്കുകയും പപ്പു യാദവ് കേന്ദ്ര കഥാപാത്രമായി അതിൽ അഭിനയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിനോടുള്ളൊരു വിമർശനമാണോ ഇപ്പോൾ ഒരു ഇത്തരത്തിലൊരു ചെരുപ്പേറിലേക്കും പിന്നീട് ഒരു കുതിരെ തല്ലിലേക്കും മാറിയത്? ഇന്നലെ പാർലമെന്റ് കവാടത്തിന് മുന്നിൽ അയോധ്യ രാമക്ഷേത്ര കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട വ്യത്യസ്ത പ്രതിഷേധം അത് പപ്പു യാദവ് എംപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. BJP അതിനെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി. മതവികാരത്തെ അടക്കം വ്രണപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി പപ്പു യാദവ് എംപി അടക്കമുള്ളവർക്കെതിരെ കേസ് കൊടുക്കുകയും ചെയ്തിരുന്നു. ഇന്ന് അതിനുശേഷം ഒരു വാർത്താ സമ്മേളനം പൂർണിയ എംപി ആയിട്ടുള്ള പപ്പു യാദവ് ദില്ലിയിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ വിളിച്ചു ചേർക്കുന്നു. മാധ്യമപ്രവർത്തകർ അവിടേക്ക് എത്തുന്നു. മാധ്യമപ്രവർത്തകരോട് അഭിസംബോധന ചെയ്യുന്ന ഘട്ടത്തിലാണ് ഒരാൾ കത്തി ചൂണ്ടിക്കാട്ടി ചെരുപ്പെറിഞ്ഞുകൊണ്ട് ആക്രമിക്കാൻ ശ്രമിച്ചുവെന്ന് പപ്പു യാദവ് വ്യക്തമാക്കുന്നത്. ചെരുപ്പെറിയുന്ന ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അയാളെ ഇപ്പോൾ പിടിയിലാക്കിയിട്ടുമുണ്ട് ദില്ലി പോലീസ്. അദ്ദേഹത്തിന് നേരെ പ്രയോഗിച്ച കത്തി അടക്കം കൊണ്ടുവന്നാണ് ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. താൻ എന്ത് തെറ്റാണ് ചെയ്തത്? അയോധ്യ രാമക്ഷേത്ര കൊള്ള ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തത്. ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ അമ്പല കൊള്ളയാണ് നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അതിനെതിരെ സംസാരിക്കുന്ന വിശ്വാസി എന്ന നിലയിൽ പ്രതികരിക്കും, ഇനിയും പ്രതികരിക്കും. തൻ്റെ ചിറകരിയാൻ ആരെങ്കിലും നോക്കിയാൽ കുതിച്ചുയരാൻ തന്നെ, കുതിച്ച് വറക്കാൻ തന്നെയാണ് തീരുമാനമെന്നും പപ്പു യാദവ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇയാൾ ആരാണെന്ന് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. മാധ്യമപ്രവർത്തകൻ എന്ന വ്യാജേനയാണ് ഉള്ളിലേക്ക് കയറിയത്. എങ്ങനെ അവിടെ എത്തി എന്നടക്കമുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ചോദ്യം അത് മുന്നിൽ നിൽക്കുകയാണ്. വിശദമായിട്ടുള്ള അന്വേഷണം ദില്ലി പോലീസും ഇയാളെ കേന്ദ്രീകരിച്ച് ആരംഭിച്ചിട്ടുണ്ട്. ശരി അഭിനന്ദൻ.